UST ഗ്ലോബലിലെ ജീവനക്കാരി MS നീതു ഇപ്പോൾ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് വീട്ടിലെത്തിയ നീതു അപകടനില പൂർണ്ണമായും തരണം ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 22-ാം തീയതി കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്യൂ ആശുപത്രിയിൽ നിന്നായിരുന്നു നീതു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. അതിന് പിന്നാലെയായിരുന്നു നീതുവിന്റെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത്. എന്തായാലും അപകടനില തരണം ചെയ്ത ശേഷം ആരോഗ്യ നില വീണ്ടെടുത്തിരിക്കുകയാണ് നീതു എന്ന ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ നീതുവിനൊപ്പം ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. എന്താണ് നീതുവിന് പറയാനുള്ളത് എന്ന് കേൾക്കാം. നീതു ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യവസ്ഥയിലാണ് നീതു കടന്നുപോയിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീതു എന്തിനാണ് ഇങ്ങനൊരു ശസ്ത്രക്രിയ ചെയ്തത്? എന്ത് ശസ്ത്രക്രിയയാണ് ചെയ്തത്? ഞാൻ ഈ അടിവയറ്റിലെ കൊഴുപ്പ് മാറ്റുന്ന ശസ്ത്രക്രിയയാണ് ചെയ്തത്. എനിക്ക് കുറച്ച് വയറുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശസ്ത്രക്രിയയാണ് ഞാൻ ചെയ്തത്. കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് നീതുവിന് അറിയാമായിരുന്നു? അല്ലെങ്കിൽ ഈ ആശുപത്രി കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്യൂ ക്ലിനിക്കിനെ സമീപിക്കുമ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നോ? ഇല്ല, അവരിതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിവരെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഈ ശസ്ത്രക്രിയ, എന്താണ് ഇതെങ്ങനെയായിരിക്കും ചെയ്യുക, ഇതിന് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനങ്ങനെ ഡ്രോബാക്സ് ആയിട്ടൊന്നുമില്ല, ഇത് വെറും മൈനർ സർജറിയാണ്, നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഫാറ്റ് എടുത്ത് കളയുന്നതേ ഉള്ളൂ, ഒരു ഓപ്പൺ സർജറി പോലും അല്ല. അങ്ങനെയാണ് അവരെന്നോട് പറഞ്ഞത്, ഓപ്പൺ സർജറി അല്ല എന്ന്. പക്ഷേ ഇത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വയറ്റിൽ വേണ്ടാത്ത അടിഞ്ഞുകൂടിയ കൊഴുപ്പാണ്, ഇതെടുത്ത് മാറ്റുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും നീതുവിന് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും, അതായത് ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ എത്ര ലീവ് എടുക്കണം, നമ്മളിതൊരു സർജറി ചെയ്യുമ്പോൾ എത്ര ലീവ് എടുക്കണം അങ്ങനെയൊക്കെ ചോദിക്കില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇതിനെങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ കിടക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, സർജറി കഴിയുമ്പോൾ തന്നെ നീതൊരു നോർമൽ പേഴ്സണാണ്, നീതുവിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ അതുപോലെ അവർ പറഞ്ഞിരുന്നത് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഓഫീസിലൊക്കെ പോയി തുടങ്ങാം, വേറൊരു പ്രശ്നങ്ങളൊന്നും ഇതിനില്ല എന്നാണ് പറയുന്നത്. നീതു എങ്ങനെയാണ് ഈ കോസ്മെറ്റിക് ക്യൂ ക്ലിനിക്കിനെ കുറിച്ച് അറിയുന്നത്? ഇവിടെ ഇന്ന ശസ്ത്രക്രിയയുണ്ട്, ഇപ്പം നീതുവിനെ ആഗ്രഹിച്ചിട്ടാണ് പോയി അവിടെ പോയി അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ക്ലിനിക്കിനെ കുറിച്ച് എങ്ങനെയാണ് നീതുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്? ഞാനത് സോഷ്യൽ മീഡിയയിലാണ് ആദ്യം കണ്ട് ഞാൻ വേറെയും കുറെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഗൂഗിളിലൊക്കെ നല്ല റിവ്യൂസൊക്കെയാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് പോയി സംസാരിച്ച് നോക്കാം, എന്താണിത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിൽ ആദ്യം ജസ്റ്റ് ഒന്ന് പോയി കണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പിന്നീട് അവരിങ്ങനെ അതിനെ വിളിച്ച് വീണ്ടും അതിനെ പറ്റിയൊക്കെ സംസാരിച്ച് ഇത് ചെയ്യണം, എന്നാലേ നീതുവിനത് മാറുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം അവരിങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കൈയിലെയും കാലിലെയും 9 വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഒരു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് ഈ രീതിയിലുള്ള എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് വേണം ഒരു സർജറി നടത്താനായിട്ട്. പക്ഷേ ഇവിടെ അതൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് നീതു എന്നാണ് തിരിച്ചറിയുന്നത്? ഞാൻ അനന്തപുരിയിലായിരുന്നു ഇതിന്റെ ബാക്കിയുള്ള ചികിത്സകളൊക്കെ നടന്നത്. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം വന്നതൊക്കെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഈ BP കുറഞ്ഞതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ്, ഇങ്ങനൊരു സംഭവമുണ്ട്, വാറ്റംബോളിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്, അങ്ങനെയൊക്കെ എനിക്ക് അനന്തപുരിയിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഇതിന് ചില കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടണമായിരുന്നു എന്നൊക്കെ അവിടെ വെച്ചാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനത്തെ ഒരു സർജറി ചെയ്യുമ്പം അതും ഒരു ജനറൽ അനസ്തേഷ്യ തന്ന് ചെയ്യണ സർജറിയാണ്. അപ്പം ഞാൻ അറിഞ്ഞത് ഇത് ചെയ്യുന്ന പലയിടത്തും, അതായത് ചെയ്യുന്ന നല്ല സ്ഥലങ്ങളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ 2 ദിവസമൊക്കെ ആശുപത്രിയിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ട് ഒബ്സർവേഷനിലായിട്ടാണ് പേഷ്യൻ്റ് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് അവർ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ഒബ്സർവേഷൻ ഇവർക്ക് ഉണ്ടായിരിക്കും എന്നാണ് അറിഞ്ഞത്. പക്ഷെ എനിക്ക് നടന്നതെന്ന് വെച്ചാൽ ശനിയാഴ്ച ഞാൻ സർജറി ചെയ്യുന്നു, 24 മണിക്കൂർ എന്നെ ഒബ്സർവേഷനിൽ നിർത്തുന്നില്ല, പകരം എന്നെ നേരത്തെ വിട്ടിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് വയ്യ, എനിക്കിതുപോലൊരു ക്ഷീണം പോലെ വരുന്നുണ്ടെന്ന് ആദ്യം പറയാണ്, കഴിച്ച ആഹാരം ഛർദ്ദിച്ചു എന്ന് പറയാണ്. അപ്പോഴവർ പറഞ്ഞു, സർജറി ഇന്നലെ കഴിഞ്ഞുള്ളൂ, അതിൻ്റെ ഒരു ക്ഷീണമാണ് നീതുവിന് എന്നാണ് പറഞ്ഞത്. പേഷ്യന്റിന് വേറെ പേടിക്കാനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അത് കൂടി വന്നൊരു തല കറക്കം പോലെയൊക്കെ ആയി വരുന്ന അതൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യം BP അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തു നോക്കുന്നതാണ്. നമ്മളങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ BP നല്ല കുറവായിരുന്നു, 70/50 അങ്ങനെയൊക്കെ ആ
റേഞ്ച് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്ലഡ് അടയ്ക്കാത്തതുകൊണ്ടായിരിക്കും, ബ്ലഡ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്നാൽ പിന്നെ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു വരട്ടേന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ അയ്യോ ഇന്ന് സൺഡേ ഹോസ്പിറ്റൽ അവധിയാണ്, ഇന്ന് വരണ്ട. ഡോക്ടർ പറയണതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇതിങ്ങനെ ചില പേഷ്യൻസിന് ഇതിങ്ങനെ വരാറുണ്ട്, നോർമലാണ്. ഈ സർജറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേഷ്യന്റിന് BP കുറയുക, ഇങ്ങനെ ഒമിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോർമലാണ്, നാളെ വന്ന് ബ്ലഡ് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ആണ് ഇവർ പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ഡോക്ടർ പറയുന്നതാണ്, ഇങ്ങനെ പേഷ്യൻസിന് വരാറുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, മരുന്നൊക്കെ കഴിച്ചാൽ മതി, അതായത് എനിക്ക് തന്നിരിക്കുന്ന മരുന്നൊക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഫോളോ ചെയ്യുന്നു. രാത്രി വരെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. രാത്രി ഇതുപോലെ എനിക്ക് തലങ്ങ, അങ്ങനെ നെക്സ്റ്റ് ഡേ വരാനാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 9:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ടൊന്നും വരാനൊന്നും പറ്റില്ല, എനിക്ക് അത്ര ക്ഷീണം, എനിക്ക് കയറി ഞാൻ വീഴും, തല ഇറങ്ങി വീഴും, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ട്രിപ്പ് ഇട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, നീതുവിന് ട്രിപ്പ് ഇടാന്ന് പറയുന്നത്. അത്രയും ഗുരുതരമായിട്ട് പോലും വളരെ ലാഘവത്തോടു കൂടി അവരതിനെ കണ്ടു എന്നുള്ളതാണല്ലേ? അതെ, അവർ പറയുന്നതെന്ന് വെച്ചാൽ BP ഇങ്ങനെ ആവുന്നത് നോർമലാണ്, അതായത് സർജറി കഴിഞ്ഞ് ഇങ്ങനെ സർജറി കഴിഞ്ഞ ശസ്ത്രക്രിയക്ക് പിന്നാലെ നേരിടേണ്ടി വന്ന ദുരനുഭവം